മാർക്കറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കറ്റായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എൻട്രി എടുത്ത് ബുക്ക് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഞാൻ മാർക്കറ്റ് പിന്നെയുള്ള മാർക്കറ്റ് അധികം എൻട്രീസ് ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ആഫ്റ്റർനൂൺ സെക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്ഷൻ ബൈങ് നോക്കിയവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു കാണും. പക്ഷെ കാരണം മാർക്കറ്റ് ഭയങ്കര ചോപ്പിയായിരുന്നു, ഭയങ്കര ഡീക്കേസ് ഒക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, പ്രീമിയം ഡീക്കെ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഭയങ്കര ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഭയങ്കര ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡിമാൻഡ് ബിൽഡപ്പ് വന്നു, വീണ്ടും ഒരു ഡിമാൻഡ് ബിൽഡപ്പ് വന്നു. ഈ രണ്ട് ഡിമാൻഡ് ബിൽഡപ്പിന്റെ ഹൈ ടേക്ക് ഡൗൺ ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മാർക്കറ്റ് നല്ലൊരു ഡിമാൻഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ടേക്കിംഗ് അപ്പ് ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അസംഷൻ എടുത്തു. ഓക്കെ, ഡിമാൻഡ് സ്ട്രോങ് ആണെന്നുള്ള അസംഷൻ എടുത്തു. അതിനുശേഷം ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. ഓക്കെ, അങ്ങനെ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തപ്പം ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്തു. ഈ സെക്കൻഡ് ഡിമാൻഡ് ബിൽഡപ്പിന്റെ ലോ ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. കാരണം ഈ ലോ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ തന്നെ 10 പോയിന്റ്സ് ഉള്ളു. അറ്റ്ലീസ്റ്റ് മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു ബഫർ സോൺ നമ്മൾ കൊടുത്തേ ചെയ്യാം. ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഭയങ്കര സ്മോൾ സ്റ്റോപ്പ് ലോസ് ആയി പോകും. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് എടുത്തു. മാർക്കറ്റ് ഭയങ്കര അഗ്രസീവായിട്ടാണ് ഈ ഒരു VIP വന്ന് ടാപ്പ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പ്രീമിയം ശരിക്കും വാച്ച് ചെയ്തു. പ്രീമിയത്തിൽ റിജക്ഷൻ വന്ന ടൈമിലാണ് ഞാൻ എൻട്രി എടുത്തത്. ടാപ്പ് ചെയ്തപ്പോൾ തന്നെ എൻട്രി എടുത്തില്ല. പ്രീമിയത്തിൽ ഓക്കെ റിജക്ഷൻസ് വന്നു തുടങ്ങിയ ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് എൻട്രി പുഷ് ചെയ്തു. 10 പോയിന്റ്സുകളായിരുന്നു സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റി. ഏകദേശം 0.7% ഞാൻ റിസ്ക് ചെയ്തുള്ളൂ. ആ 0.7 തന്നെ നല്ല ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റി. കാരണം 10 പോയിന്റ്സുകളായിരുന്നല്ലോ സ്റ്റോപ്പ് ലോസ്. നല്ലൊരു എൻട്രി ആയിരുന്നു. അത്യാവശ്യം നല്ല പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റി. ഏകദേശം 26 പോയിന്റ് സംതിങ് പോയിന്റ്സ് പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റി. ഏകദേശം 22,000 അബവ് റുപ്പീസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നല്ലൊരു ട്രേഡായിരുന്നു. 26 പോയിന്റ്സേ പ്രീമിയത്തിൽ കിട്ടുകയുള്ളെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം 2.2% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം 7% ഞാൻ 0.7% റിസ്ക് ചെയ്തിട്ട് 2.2% ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇതിന് ശേഷം മാർക്കറ്റിൽ ഞാൻ വലിയ എൻട്രീസ് ഒന്നും നോക്കില്ല. കാരണം മാർക്കറ്റ് ഭയങ്കര ചോപ്പിയായിരുന്നു. മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണമെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു. ഈ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് ഇവിടുന്ന് അപ്സൈഡിലോട്ടൊക്കെ എൻട്രി എടുക്കാമായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഇവിടുന്ന് ഭയങ്കര കൺസോൾട്ടേഷൻസിലായതുകൊണ്ട് വെറുതെ ഒരു എൻട്രി എടുത്ത് സൈഡ് വേസ് മാർക്കറ്റിൽ കുടുങ്ങി പോകണ്ട, അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ എൻട്രീസ് ഒക്കെ അവോയ്ഡ് ചെയ്തു. ഇവിടെയൊക്കെ എൻട്രീസ് ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ എൻട്രി കാലോട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എടുത്തില്ല. ഉള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓക്കെ, നല്ലൊരു ബെറ്റർ സെറ്റപ്പ് വന്നിരുന്നെങ്കിൽ എടുത്തേനെ, ഉറപ്പായിട്ടും എടുത്തേനെ. ഇതൊക്കെ ഭയങ്കര മാർക്കറ്റ് ഭയങ്കര ചോപ്പിയായിട്ട് നിന്നുകൊണ്ട് വെറുതെ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ എൻട്രി ചെയ്ത് ഉള്ള പ്രോഫിറ്റ് കളയണ്ട. പ്രീമിയം ഒക്കെ നല്ല ഡീക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഡീക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ മാർക്കറ്റുകൾ നമുക്ക് ഓപ്ഷൻ ബയർ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ചോപ്പി മാർക്കറ്റ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയാൽ എങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും ട്രേഡിങ്. സോ ഇന്നത്തെ ട്രേഡിങ് ലോജിക്ക് ഇത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.